വീട്ടിലോട്ട് കയറി ചെല്ലുന്നത് നമ്മളെ സ്വീകരിക്കും. ഒരു ഡ്രോബാക്ക് എനിക്ക് ഫീൽ ചെയ്തത്, നിങ്ങൾ മലേഷ്യക്ക് ഒരു ട്രിപ്പിൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? താമസ സ്ഥലത്തിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോയിൽ ഞാൻ മുഴുവനായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ Airbnb സെലക്ട് ചെയ്തതെന്നും എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായെന്നും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നും എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. മലേഷ്യയിലേക്ക് സ്വാഗതം. ഒരു 3 ദിവസത്തെ അവധി കിട്ടിയപ്പോൾ ഞങ്ങൾ മലേഷ്യയിൽ പോകാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ താമസ സ്ഥലം വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പോഴാണ് ജോസിന്റെ ഒരു സുഹൃത്ത് എയർആൻബിയെ കുറിച്ച് പറഞ്ഞത്. ഞാനിത് ആദ്യമായി കേൾക്കുകയാണ്. ഓൺലൈൻ വഴി മലേഷ്യയിൽ എവിടെ വേണമെങ്കിലും ബുക്ക് ചെയ്യാമത്രേ. ഞങ്ങൾ ജോഹർ ബഹ്റുവിൽ പാരാഡിക് മാളിന്റെ റെസിഡൻസിയിലാണ് ബുക്ക് ചെയ്തത്. ജോഹർ ബഹ്റു എന്ന് പറയുന്നത് സിംഗപ്പൂർ മലേഷ്യ ബോർഡർ ആണ്. സിംഗപ്പൂരിൽ നിന്നും മലേഷ്യയിലോട്ട് റോഡ് വഴി വന്ന ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കി അഭിപ്രായം പറയണേ. അങ്ങനെ ഓൺലൈൻ വഴി ഞങ്ങൾ ബുക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോകാൻ ആരംഭിച്ചു. പോകുമ്പോൾ തന്നെ നിറയെ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ആ വീട് കണ്ടിട്ടില്ല, അവസ്ഥ എന്താവും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനിലായിരുന്നേ. Airbnb എനിക്ക് ഒരു പുതിയ അറിവായിരുന്നു. ഇതിൽ നമുക്ക് വീടിന്റെ ഉടമയെ കാണാതെ തന്നെ എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്താൽ എത്ര രാത്രി എന്നതിനനുസരിച്ചാണ് പേയ്മെന്റ് വരിക. ചെക്ക് ഇൻ ചെയ്യുന്നതിനും ഔട്ട് ചെയ്യുന്നതിനും പ്രത്യേക സമയം പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ 3 ദിവസത്തേക്കാണ് ബുക്ക് ചെയ്തത്. ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓണർ നമുക്കൊരു ലോക്കറിന്റെ പാസ്വേഡ് തരും. നമ്മൾ ആ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ റെസിഡൻസിയിൽ ചെന്ന് പാസ്വേഡ് എൻ്റർ ചെയ്ത് ലോക്കർ തുറക്കുക. ഇവിടെ ജ്യോതിസും പിള്ളേരും ലോക്കർ തുറക്കുന്നതിന്റെ തിരക്കിലാണ്. ലോക്കറിൽ നിന്നും നമുക്ക് 2 കാർഡ് കിട്ടും. ഒന്ന് ലിഫ്റ്റ് തുറക്കാനുള്ളതും മറ്റേത് വീടിന്റെ ഡോറ് തുറക്കാനുള്ളതും. ലിഫ്റ്റിന്റെ ഡോർ സൈഡിലും വീടിന്റെ ഡോർ സൈഡിലും സെൻസർ വെച്ചിട്ടുണ്ട്. കാർഡ് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഡോറ് ഓപ്പൺ ആയി വരും. കുട്ടികൾ കൂടെ ഉള്ളതിനാൽ തന്നെ ഈ കാർഡ് വെച്ച് ടാപ്പ് ചെയ്യുന്നത് വളരെ എളുപ്പമായും സുരക്ഷിതമായും തോന്നി. പിള്ളേരെല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. ലിഫ്റ്റിന്റെ അകത്ത് സൈഡിലായി ഫ്ലോറിന്റെ നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. മൊത്തം 30 ഫ്ലോർ. ലിഫ്റ്റ് ഇറങ്ങി നടക്കുമ്പോൾ വഴിയിൽ നോ സ്മോക്കിംഗ്, റൂമിന്റെ നമ്പറുകൾ ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്ത് ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മുടെ റൂം 11th ഫ്ലോറിൽ 10th റൂമാണ്. അവസാനം ലിഫ്റ്റ് ഒക്കെ ഇറങ്ങി നമ്മൾ പതുക്കെ വീടിന്റെ മുന്നിലെത്തി. വീടിന്റെ സൈഡിലുള്ള ഡോറിൽ സെൻസറിന്റെ അവിടെ ടാപ്പ് ചെയ്ത് നമ്മൾ വീടിന്റെ അകത്തോട്ട് ഡോറ് ഓപ്പൺ ചെയ്ത് കയറി. ഇനി നമുക്ക് വീട് കാണാം. വീട്ടിലോട്ട് കയറി ചെല്ലുന്നത് നമ്മളെ സ്വീകരിക്കുന്ന ഒരു ടേബിള്, ഡൈനിങ് ടേബിള്, 4 ചെയർ, കൂടാതെ ഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ടുള്ള പാത്രം, ബൗള്, സ്പൂണ്, ഫോർക്ക്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൻ്റെ സൈഡായിട്ട് തന്നെ ഫ്രിഡ്ജ്, ഓവൻ, ദെൻ വാട്ടർ പ്യൂരിഫയർ, അതുപോലെ കുക്കിംഗ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാനുള്ള പൈപ്പ്, പിന്നെ വാഷിംഗ് മെഷീന്, അതുപോലെ സ്റ്റൗ ടോപ്പ്, അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ, പിന്നെ ഒത്തിരി ഷെൽഫുകളും കബോർഡുകളും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ളത്. അതായത് നമുക്ക് ഈ അടുക്കള കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ വരെ നമ്മൾ ഈ അടുക്കളയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് തോന്നും. അത്രയും നന്നായിട്ട് സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. അതെല്ലാം വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ്. അടുക്കളയിൽ 2 പാത്രം, ഒരു പാത്രം നമുക്ക് പ്രധാനമായും മുട്ട പൊരിക്കാനോ അങ്ങനെ ചെറിയൊരു കുക്കിങ്ങിനുള്ളതും, പിന്നെ പാല്, കുറുക്ക് പോലെയുള്ള സാധനങ്ങൾ ചൂടാക്കാനും ഉള്ളത് 2 പാത്രവും അവൈലബിൾ ആണ്. ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു ടി വിയും അതുപോലെ തന്നെ ഒരു ടീപ്പോയി, ഒരു സോഫ സെറ്റ്, പിന്നെ ഫാന്, ലൈറ്റ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡഡ് ആണ്. ഒത്തിരി എസ്തെറ്റിക് ഡെക്കറേഷൻ, വാൾസ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ പിള്ളേരെല്ലാം വന്നത് ടി വിയുടെ മുന്നിൽ കുത്തിരിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അടുത്തെന്ന് തോന്നുന്നു യാത്ര ചെയ്തിട്ട്. ഇനി നമുക്ക് ബെഡ്റൂം ആൻഡ് ബാത്റൂം കാണാം. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമായത് അത് തന്നെയാണ്. കാരണം ഞങ്ങൾ 5 പേരാണ്. 2 വലിയ ആൾക്കാരും 3 കുട്ടികളും. ഒരു ഹോട്ടൽ റൂമിൽ എടുക്കുകയാണെങ്കിൽ എത്ര വലിയ റൂം എടുത്താലും നമ്മൾ ഞെങ്ങി ഞെരുങ്ങി കഴിയേണ്ടി വരും. പക്ഷെ ഇവിടെ 2 ബെഡ്റൂം കിട്ടി. ഓരോ ബെഡ്റൂമിലും 2 ബെഡ് വെച്ച്, ഒരു ബെഡ് കുറച്ച് വലുതും അടുത്ത ബെഡ് കുറച്ച് ചെറുതും, അത് തന്നെ നല്ല സ്പേസ് ഉള്ളതും. ആ റൂം ആണെങ്കിൽ നല്ല സ്പേസ് ഉള്ളതും. അതുപോലത്തെ 2 ബെഡ്റൂം. അതിന്റെ കൂടാതെ ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്ത് ഒരു ബാത്റൂം, ഒരു ബെഡ്റൂമും, വേറെ ഒരു ബെഡ്റൂം വിത്ത് എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമും. ഒരു ഹോട്ടൽ ഫെസിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്നത് നമ്മൾ 2 റൂമായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ കൊച്ചു പിള്ളേരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 റൂമിൽ മാറി കിടക്കേണ്ടി വരും. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായി തീരും. അത് വെച്ച് നോക്കുമ്പം ഈ Airbnb വളരെ നല്ലൊരു ഓപ്ഷനായി എനിക്ക് തോന്നി. ഒരു ഹോട്ടൽ ഫെസിലിറ്റി നമ്മൾ പോവുകയാണെങ്കിൽ
ഇത് കുറച്ചും കൂടെ കൂടുതൽ പൈസ നമ്മൾ 2 റൂമിന് വേണ്ടി ചിലവാക്കേണ്ടി വന്നേനെ. ഇവിടെ നമ്മൾ ബെഡ്റൂമിനകത്ത് ഒരു ഹോട്ടൽ റൂമിൽ എങ്ങനെ ഫെസിലിറ്റി കൊടുക്കുന്നോ അതുപോലെ തന്നെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ബെഡ്ഷീറ്റ് എല്ലാം ഫോൾഡ് ചെയ്ത് ടവലും ബ്ലാങ്കറ്റ് എല്ലാം ആവശ്യത്തിന് വൃത്തിയായി സ്റ്റെറിലൈസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാത്റൂം ക്ലീൻ ആയിരുന്നു. അതുപോലെ അതിനുവേണ്ടി നല്ല ലൈറ്റിങ്ങും ഹോട്ട് വാട്ടർ ഫെസിലിറ്റിയും അവൈലബിൾ ആയിരുന്നു. ബെഡ്റൂമിൽ ലൈറ്റ്, ഫാന്, എയർ കണ്ടീഷൻസ് എല്ലാം അവൈലബിൾ ആയിരുന്നു. റൂമിലുള്ള വൃത്തി ഒന്നും തന്നെ അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇത് മാത്രമല്ല, ഇതിനോട് കൂടെ പറയേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വീട് നമ്മൾ Airbnb വഴി എടുത്ത വീട് ഒരു ഷോപ്പിംഗ് മാളിനോട് അറ്റാച്ച്ഡ് ആണ്. അതായത് പാരാഡൈം ഷോപ്പിംഗ് മാളിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റെസിഡൻസിയിലാണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് നടന്നു പോകാനുള്ള, ഷോപ്പിംഗ് മാളിലോട്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കഴിക്കേണ്ട ഫുഡ് ഒന്നെങ്കിൽ അവിടെ പോയി കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മുടെ വീട്ടിലിരുന്ന് കഴിക്കാം. അപ്പോൾ വേസ്റ്റുകളെല്ലാം സമയാസമയത്ത് ഡിസ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ വീട് ചീത്തയാവാൻ സാധ്യതയുണ്ട്. ഷോപ്പിംഗ് മാൾ അടുത്തായതുകൊണ്ട് തന്നെ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ട ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ താമസിക്കുന്ന ഈ പാരാഡിക് റെസിഡൻസിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള മൾട്ടി ഫങ്ഷൻ റൂം, ജിം, സ്വിമ്മിംഗ് പൂൾ, കിഡ്സിനുള്ള പാർക്ക്, ടെന്നീസ് കോർട്ട്, അങ്ങനെ എല്ലാവിധ ഫെസിലിറ്റീസും പല പല നിലകളിലായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പോരുന്ന വഴിക്കെല്ലാം അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസും ഉള്ള ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളൊരു ഹോട്ടൽ മുറി എടുക്കാൻ ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളും വളരെ കൂടുതൽ ചിലവായേനെ. ഇത് ഒരു വീട് തന്നെ നമുക്ക് ഇത്ര ചെറിയ അളവിൽ കിട്ടിയപ്പോൾ അതൊരു വലിയൊരു പ്രോഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഒരു ഡ്രോബാക്ക് എനിക്ക് ഫീൽ ചെയ്തത്, നമുക്ക് ഹോട്ടൽ റൂമിലായിരുന്നെങ്കിൽ നമുക്ക് റൂം സർവീസ് അവൈലബിൾ ആയിരിക്കും, പക്ഷെ ഇവിടെ റൂം സർവീസ് പറ്റില്ല. അതുപോലെ തന്നെ നമ്മളിത് തിരിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾക്ക് എങ്ങനെ കിട്ടിയോ അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തിരിച്ചു കൊടുക്കണമെന്ന്. തീർച്ചയായും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തികച്ചും ക്ലീനും നീറ്റുമായിട്ട് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് and comment and support me. Wish you a good day.